ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഗോബി മഞ്ചൂരിയൻ കറിയാണ്. അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ അരിഞ്ഞ് വെച്ച കോളിഫ്ലവർ വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കോളിഫ്ലവർ ഇവിടെ റെഡിയായി. ഞാൻ ഇപ്പോൾ അത് വെള്ളമൊക്കെ മാറ്റി വച്ചിട്ടുണ്ട്. നമുക്കിനി ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ ഇല്ല, അതുകൊണ്ട് മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഗോതമ്പ് മാവിനൊക്കെ നമ്മൾ കലക്കൂലേ, അതുപോലെ കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ ആക്കിയെടുക്കുക. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് കോളിഫ്ലവർ നമുക്ക് മൈദ മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് കോളിഫ്ലവർ മൈദയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് ഒരു ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. നമ്മുടെ കോളിഫ്ലവർ എല്ലാം ലൈറ്റ് ഗോൾഡൻ കളറിൽ ഞാൻ പൊരിച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. കറി വയ്ക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഈ സവാള വാടാനായിട്ട് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. നമ്മളെപ്പോഴും ഈ ഗോബി മഞ്ചൂരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് വാങ്ങിയപ്പോഴത്തെ അതേ ഒരു കളറും ആ ഒരു ഇതൊക്കെ കിട്ടണം, ആ റെഡ് കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പാടില്ല. ഇന്ന് ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാതെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു കളറും ഒരു ടേസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യാതെ മുളക് പൊടി, അതുപോലെ തന്നെ ഞാൻ ഇതിൽ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. മല്ലിപ്പൊടി ഇടാതെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറിൽ തന്നെ നമുക്ക് ചെയ്തെടുത്ത് കൊടുക്കാൻ പറ്റും പിള്ളേർക്കൊക്കെ. നമ്മുടെ കറി ഇതാ ഇവിടെ റെഡിയായി. അടുപ്പ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ.
നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡിയായി.